في ترغيب الترهيب كتاب الصلاة لا تفصل ترغيب النساء في الصلاة في بيوتهن ولزومها സ്ത്രീകളെ അവരുടെ വീടുകളിൽ വെച്ച് നിസ്കരിക്കാനുള്ള പ്രോത്സാഹനവും അതുപോലെ തന്നെ വീട്ടിൽ അധികമായി നിൽക്കുക എന്നുള്ളതുപോലെ തർഹീബിഹിൻ മിനൽ ഖുറൂജ് മിൻഹ അനാവശ്യമായി വീട്ടിൽ നിന്ന് പുറത്ത് പോകുന്നതിൻ്റെ ഗൗരവം അറിയിക്കുന്ന ഹദീസുകൾ. وعن أم حميد امرأة أبي حميد الساعدي رضي الله عنهما أبو حميد رضي الله عنه ഭാര്യയായ أم حميد رضي الله عنها ذكرنا حديث أنها جاءت إلى النبي صلى الله عليه وسلم فقالت അവർ ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ പോയി എന്നിട്ട് പറഞ്ഞു യാ റസൂലല്ലാഹ് അല്ലാഹുവിൻ്റെ റസൂലേ ഇന്നി ഉഹിബ്ബു അസ്സലാത മഅക ഞാൻ നിങ്ങളുടെ കൂടെ നിസ്കരിക്കുക അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി നിസ്കരിക്കുന്ന മസ്ജിദ് നബിയിൽ ജമാഅത്തായി നിസ്കരിക്കാൻ എനിക്ക് ഇഷ്ടമാണ് അങ്ങനെ നിസ്കരിക്കാൻ എനിക്ക് ആഗ്രഹമെന്ന് പറഞ്ഞു. قال النبي صلى الله عليه وسلم പറഞ്ഞു قد علمت أنك تحبين الصلاة معي എനിക്ക് മനസ്സിലായി നിനക്ക് എന്നോടൊപ്പം എൻ്റെ ജമാഅത്തിൽ നിസ്കരിക്കാൻ ഇഷ്ടമെന്ന് മനസ്സിലായി. وصلاتك في بيتك خير من صلاتك في حجرتك നീ നിന്റെ ബൈത്ത് എന്ന് പറഞ്ഞാൽ രാത്രി തങ്ങുന്ന സ്ഥലം എന്ന് പ്രത്യേകം ഹുജറത്ത് നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ നിന്റെ വീട്ടിൽ വേറെ എവിടെയെങ്കിലും നിസ്കരിക്കുന്നതിനേക്കാൾ നീ കിടക്കുന്ന നിന്റെ റൂമിൽ നിസ്കരിക്കലാണ് നിനക്ക് ഉത്തമമായിട്ടുള്ളത്. നീ നിന്റെ ഹുജറയിൽ നിന്റേതായ വീട്ടിൽ നിസ്കരിക്കലാണ് നിന്റെ ദാറിൽ എന്ന് പറഞ്ഞ ഒരു കബീലകൾ ഒരുമിച്ച് കൂടി താമസിക്കുന്ന ഒരു കൂട്ടം ഉണ്ടാവും. അങ്ങനെ ദാറുകൾ പൊതുവെ ഉപയോഗിക്കാറുള്ളത്. അപ്പൊ അങ്ങനെ ആ സ്ഥലത്ത് നിസ്കരിക്കുന്നതിനേക്കാൾ നിന്റെ വീടിന്റെ അടുത്ത് നിസ്കരിക്കാൻ നിനക്ക് ഉത്തമം. നീ നിന്റെ ആ ദാറിൽ ആ കബീലയിൽ നിസ്കരിക്കലാണ് നിന്റെ ആളുകളുടെ മസ്ജിദിൽ നിസ്കരിക്കുന്നതിനേക്കാൾ ഉത്തമം. നീ നിന്റെ സമൂഹത്തിന്റെ ആളുകളുടെ മസ്ജിദ് നിസ്കരിക്കലാണ് നീ ഇവിടെ മസ്ജിദ് നബവിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം എന്റെ മസ്ജിദിൽ വന്ന് നിസ്കരിക്കുന്നതിനേക്കാൾ ഉത്തമമായിട്ടുള്ളത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. قال فأمرت فبني لها مسجد في أقصى شيء من بيتها وأظلمه أن നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞു നിങ്ങളുടെ വീട്ടിൽ ഏറ്റവും ഉള്ളിലുള്ള സ്ഥലത്ത് ഏറ്റവും ആളുകൾ അധികമൊന്നും വരാത്ത ഏറ്റവും ഉള്ളിലുള്ള സ്ഥലത്ത് നിസ്കരിക്കാനുള്ള സൗകര്യം ഒരുക്കുക. അങ്ങനെ ആ സ്ത്രീ മരണം വരെ വീടിനകത്താണ് നിസ്കരിച്ചിരുന്നത്. ഇവിടെ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അഫ്ളലായിട്ടുള്ളത് അവരുടെ വീട് തന്നെയാണ്. ഏത് കാര്യത്തിലും നിസ്കാരമാണെങ്കിലും മറ്റെന്ത് കാര്യമാണെങ്കിലും അനാവശ്യമായി പുറത്തേക്ക് ഇറങ്ങാതെ വീട്ടിൽ തന്നെ നിസ്കരിക്കുക എന്നുള്ളതാണ്. നിസ്കാരത്തിൽ മാത്രമല്ല ഒരു കാര്യത്തിലും എല്ലാ കാര്യത്തിലും അതാണ് ഉത്തമം. നിസ്കാരത്തിന്റെ വിഷയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം മസ്ജിദ് നബവിയിൽ വന്ന് ജമാഅത്തിൽ പങ്കെടുക്കണം എന്ന് ആഗ്രഹിച്ച ഒരു സ്ത്രീയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഏറ്റവും ഓരോ കാര്യം പറഞ്ഞിട്ട് അതിലേറ്റവും നീ മറ്റാളുകൾ കാണാത്ത നിന്റേതായിട്ടുള്ള നിന്റെ വീടിന്റെ ഏറ്റവും ഉള്ളിലുള്ള ഒരു സ്ഥലത്ത് നിസ്കരിക്കലാണ്. ആ വീട്ടിന് പുറത്തും അല്ലെങ്കിൽ അതിന് പുറത്തും അല്ലെങ്കിൽ നിന്റെ നാട്ടിലെ മസ്ജിദിലും അതിനകത്തെല്ലാം നിസ്കരിക്കുന്നതിനേക്കാൾ അഫ്ളൽ അതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സ്ത്രീയെ പഠിപ്പിച്ചു. ആ സ്ത്രീ മരണം വരെ അങ്ങനെ തന്നെ ചെയ്യുകയും ചെയ്തു. എന്നാൽ ഉലമാക്കൾ ഈ വിഷയം ചർച്ച ചെയ്യുമ്പോൾ മസ്ജിദ് നബവി നമുക്കറിയാം ഹദീസിൽ വന്നിട്ടുണ്ട് സ്വലാത്തുൻ ഫീ മസ്ജിദി ഹാദാ അഫ്ളൽ മിൻ അൽഫി സ്വലാത്തിൻ ഫീമാ സിവാഹു മിനൽ മസാജിദ് മറ്റുള്ള മസ്ജിദിൽ നിസ്കരിക്കുന്നതിനേക്കാൾ 1000 മടങ്ങ് ശ്രേഷ്ഠതയുണ്ട് എന്നുള്ളത്. പക്ഷെ അങ്ങനെയാണെങ്കിലും മക്കത്തും മദീനത്തും ആണെങ്കിൽ പോലും കാരണം സ്വലാത്ത് പറയുന്നത് മസ്ജിദ് നബവിയിൽ വെച്ചിട്ടാണ്. അവിടെയാണെങ്കിൽ പോലും സ്ത്രീകൾക്ക് ഏറ്റവും അഫ്ളൽ അവർ താമസിക്കുന്ന അവരുടെ വീടുകളിൽ അവരുടേതായ സ്ഥലങ്ങൾ നിസ്കരിക്കലാണ് ഏറ്റവും അഫ്ളലായിട്ടുള്ളത്. وعن ام سلمة رضي الله عنها عن رسول الله صلى الله عليه وسلم قال خير مساجد النساء قعر بيتهن സ്ത്രീകൾക്ക് നിസ്കരിക്കാൻ ഏറ്റവും ഉത്തമമായിട്ടുള്ള സ്ഥലം അവരുടെ വീടിന്റെ ഏറ്റവും ഉള്ളിലുള്ള സ്ഥലമാണ്. മറ്റുള്ള ആളുകൾ ഒരു തരത്തിലും കാണാതെ ഏറ്റവും ഉള്ളിൽ നിസ്കരിക്കാനാണ് സ്ത്രീകൾക്ക് ഏറ്റവും ഖൈറായിട്ടുള്ളത്.
وعنها قالت قال رسول الله صلى الله عليه وسلم صلاة المرأة في بيتها خير من صلاتها في حجرتها وصلاتها في حجرتها خير من صلاتها في دارها وصلاتها في دارها خير من صلاتها في مسجد قومها. هذه പറഞ്ഞ ഹദീസിന്റെ അതേ ആശയം. ഏറ്റവും നല്ലത് അവരുടെ മാത്രമായിട്ടുള്ള സ്ഥലത്ത് നിസ്കരിക്കലാണ്. وعن ابن عمر رضي الله عنهما قال قال رسول الله صلى الله عليه وسلم لا تمنعوا نساءكم المساجد وبيوتهن خير لهن. നിങ്ങൾ നിങ്ങളുടെ സ്ത്രീകളെ മസ്ജിദുകളിൽ നിന്ന് തടയരുത്, അവരുടെ വീടുകളാണ് അവർക്ക് ഏറ്റവും ഖൈറായിട്ടുള്ളത്. ഇവിടെയാണ് ഈ ഹദീസിന്റെ വിഷയങ്ങളിലാണ് പിന്നീട് നമുക്കൊരു ചർച്ച കാണുന്നത്. കാരണം ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്ത്രീകളെ തടയരുത് എന്ന് പറഞ്ഞു. സ്വഹാബി വരുന്ന നിസ്കരിച്ചിട്ടുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പത്നിമാർ മസ്ജിദ് നിസ്കരിച്ചിട്ടുണ്ട്, അവർ ഇഅ്തികാഫ് ഇരുന്നിട്ടുണ്ട്, അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ എന്താണ്, സ്ത്രീകൾക്ക് ഏറ്റവും അഫ്ളൽ വീട് തന്നെയാണ്. എന്നാൽ ഒരു സ്ത്രീ മസ്ജിദിൽ പോയി നിസ്കരിക്കാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ അതിനെ തടയാൻ പാടില്ല എന്നതാണ് വിഷയം. ഏറ്റവും അഫ്ളൽ വീട് തന്നെയാണ്. എന്നാൽ മസ്ജിദിൽ നിസ്കരിക്കാൻ ഒരു സ്ത്രീ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അവർ പോകുന്നുണ്ടെങ്കിൽ അവരെ തടയാൻ പാടില്ല. അവർക്ക് അതിനുള്ള അനുവാദം നൽകുക എന്നുള്ളത് മാത്രമാണ്. ഫിത്നയില്ലെങ്കിൽ അവർ ഇസ്ലാമികമായിട്ടുള്ള വേഷവും മറ്റും ധരിച്ച് നിഖാബും ഹിജാബോട് കൂടി പോവുകയാണെങ്കിൽ. وعنه عن رسول الله صلى الله عليه وسلم قال صلى الله عليه وسلم المرأة عورة. ഒരു സ്ത്രീ എന്ന് പറഞ്ഞാൽ ഔറത്താണ്, അഥവാ മറക്കപ്പെടേണ്ടവളാണ്, മറച്ച് നിൽക്കേണ്ടവളാണ്. وإنها إذا خرجت من بيتها استشرفها الشيطان. ഒരു സ്ത്രീ അവളുടെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്ന സന്ദർഭങ്ങളിലെല്ലാം അവളിൽ കൂടുതൽ ആകർഷണീയത പിശാച് ഉണ്ടാകും. وإنها لا تكون أقرب إلى الله منها في قعر بيتها. ഒരു സ്ത്രീ ഏറ്റവും അധികം അള്ളാഹുവിലേക്ക് അടുത്ത് നിൽക്കുന്നത്, അള്ളാഹുവിലേക്ക് എല്ലാ രീതിയിലും അടുത്ത് നിൽക്കുന്നത് അവളുടെ വീട്ടിന്റെ ഏറ്റവും ഉള്ളിലുള്ള സ്ഥലത്താകുമ്പോഴാണ്. പുറത്തിറങ്ങി എപ്പോഴും പുറത്തിറങ്ങി നടക്കുന്ന സ്ത്രീകൾ, മസ്ജിദിൽ നിന്ന് മാത്രമല്ല അല്ലാതെയും പുറത്തിറങ്ങുന്ന സ്ത്രീകൾ അവർക്ക് അള്ളാഹുവിനോടുള്ള സാമീപ്യം ആസ്വദിക്കാൻ സാധിക്കുകയില്ല. ഒരു സ്ത്രീ ഏറ്റവും അധികം അള്ളാഹുവിനോട് അടുക്കുന്നത്, അള്ളാഹുവിന്റെ സാമീപ്യം ലഭിക്കുന്നത് അവളുടെ വീടിന്റെ അകത്ത് ആകുമ്പോഴാണ്. കാരണം പിശാച് അവൾ മറ്റുള്ളവർക്ക് അവളിൽ ഒരു ആകർഷണീയത ഉണ്ടാക്കും, അതുപോലെ പല ഫിത്നകളും ഉണ്ടാവും. അതുകൊണ്ട് സ്ത്രീക്ക് ഏറ്റവും അഫ്ളൽ വീടുകൾ തന്നെയാണ്. وعن عبد الله بن مسعود رضي الله عنه عن النبي صلى الله عليه وسلم قال صلاة المرأة في بيتها أفضل من صلاتها في حجرتها وصلاتها في مخدعها أفضل من صلاتها في بيتها. കഴിഞ്ഞ ഹദീസുകളിൽ അവൾ കിടക്കുന്ന അവളുടെ റൂമിൽ നിസ്കരിക്കാൻ അഫ്ളൽ, അതിനേക്കാൾ ഒന്നുകൂടി പ്രത്യേകമായി മിഖ്ദ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വീട്ടിന്റെ സ്റ്റോർ റൂം പോലെയുള്ള സാധനങ്ങൾ എടുത്തു വെക്കാൻ ഏറ്റവും ഉള്ളിലുള്ള ഒരു പ്രദേശം വെക്കുമല്ലോ, അധികം ആളുകളൊന്നും ചെല്ലാത്ത അങ്ങനെയുള്ള സ്ഥലത്ത് നിസ്കരിക്കലാണ് റൂമിൽ നിസ്കരിക്കുന്നതിന്റെ അഫ്ളൽ. അതിന്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ള ആളുകളൊന്നും കാണാതെ ഏറ്റവും ഉള്ളിലുള്ള സ്ഥലത്ത് നിസ്കരിക്കലാണ്. وعنه عن النبي صلى الله عليه وسلم قال المرأة عورة فإذا خرجت استشرفها الشيطان. ارتبطنا بحديثنا. وعنه أيضا رضي الله عنه قال ما صلت امرأة من صلاة أحب إلى الله من أشد مكان في بيتها ظلمة. ഒരു സ്ത്രീ നിസ്കരിക്കുന്നതിൽ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടം അവളുടെ വീടിൽ ഏറ്റവും ഇരുട്ട് നിറഞ്ഞ സ്ഥലത്ത്, ഇരുട്ട് നിറഞ്ഞ ഉദ്ദേശിക്കുന്നത് ഏറ്റവും ഉള്ളിലായിട്ടുള്ള സ്ഥലത്ത് ഒരു സ്ത്രീ നിസ്കരിക്കുന്ന നിസ്കാരമാണ് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ളത്. അതുപോലെ നബി അഹ്മദ് അൻഹു അൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല ഇന്ന അഹബ്ബ സ്വലാത്തി അൽ-മർഅത്തി ഇല അല്ലാഹ് ഫി അശദ്ദി മകാനിൻ ഫി ബൈതിഹാ ഖുൽമത്തൻ. നേരത്തെ പറഞ്ഞത് ഹദീസിലാണ്. മറ്റൊരു റിവായത്തിൽ ഇന്നമൻ നിസാഉ ഔറത്തുൻ, സ്ത്രീകൾ ഔറത്താണ്, അവർ മറക്കപ്പെടേണ്ടവരാണ്. വഇന്നൽ മർഅത ലതഖ്റുജു മിൻ ബൈതിഹാ വമാ ബിഹാ ബഅസ്. ഒരു സ്ത്രീ അവളുടെ വീട്ടിൽ നിന്ന് പുറപ്പെടും, ഒരു കുഴപ്പമില്ലാത്ത രീതിയിലാണ് പുറത്തേക്ക് പോവുക. വയസ്തശ്രിഫുഹാ അശ്ശൈത്താൻ, ശൈത്താൻ അവളിൽ ആകർഷണീയത ഉണ്ടാക്കും. വയഖൂൽ, എന്നിട്ട് പറയും ഇന്നകി ലാ തമുദ്ദീന ബിഅഹ്ദിൻ ഇല്ലാ അഅജബ്തിഹി, നീ ഒരാളുടെ അടുക്കലും കൂടി പോകുന്നില്ല അവരുടെ ഉള്ളിൽ നിന്നോടൊരു ആകർഷണം, ഒരു ഇഷ്ടം, ഒരു താല്പര്യം ഉണ്ടാകാതെ. വഇന്നൽ മർഅത ലതൽബിസു സിയാബഹാ, ഒരു സ്ത്രീ അവളുടെ വസ്ത്രം ധരിച്ച് പുറത്തേക്ക് പോകാൻ വേണ്ടിയിരിക്കുന്ന സമയത്ത് അവളോട് പിശാച് വസ്വാസം നൽകും. അതിനെ തുരീതി, നീ എങ്ങോട്ടാണ് പോകുന്നത്? അപ്പോ അവൾ പറയാം ഔദു മരീദൻ, ഞാൻ രോഗിയെ സന്ദർശിക്കാനാണ്. വഅശ്ഹദു ജനാസത്തൻ, ഞാനൊരു ജനാസയിൽ പങ്കെടുക്കാനാണ്. ഔസല്ലി ഫീ മസ്ജിദ്, അല്ലെങ്കിൽ മസ്ജിദ് നിസ്കരിക്കാനാണ്. വമാ അബദത് ഇംറഅത്തുൻ
റബ്ബഹാ മിസ്ല അൻ തഅബദഹു ഫീ ബൈതിഹാ. ഒരു സ്ത്രീ അവളുടെ വീട്ടിൽ നിന്ന് അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യുന്നത് പോലെ വേറെ എവിടെ വെച്ചും ഇബാദത്ത് ചെയ്യുന്നില്ല. ഏറ്റവും നല്ല രീതിയിൽ അത്രയും മഹ്ഫൂദായിട്ട് ഇബാദത്ത് ചെയ്യുന്നില്ല. അവസാന ഹദീസ് വൻ അബി അംർ الشيباني أنه رأى عبد الله يخرج النساء من المسجد يوم الجمعة. അബൂ അംർ الشيباني റഹിമഹുല്ലാഹ് അദ്ദേഹം പറയാണ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു വെള്ളിയാഴ്ച ദിവസം മസ്ജിദിൽ നിന്ന് സ്ത്രീകളെ പോകാൻ വേണ്ടി പറയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. വഖൂൽ ഇബ്നു മസ്ഊദ് പറയുമായിരുന്നു ഖുറുജ്ന ഇലാ ബുയൂതികുൻ ഖൈറുൽ ലകുൻ, നിങ്ങളുടെ വീടാണ് നിങ്ങൾക്ക് ഉത്തമമായിട്ടുള്ളത്, നിങ്ങൾ അങ്ങോട്ട് പോവുക എന്നുള്ളത്. ഈ സംഭവം വിശദീകരിക്കുമ്പോൾ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തന്നെ മസ്ജിദിൽ വെള്ളിയാഴ്ച ദിവസം സ്ത്രീകളോട് മസ്ജിദിൽ പങ്കെടുക്കാൻ പറഞ്ഞ റിവായത്തുകളുമുണ്ട്. ഇത് ഉദ്ദേശിക്കുന്നത് ധാരാളം നിഖാബോ ഹിജാബോ ധരിക്കാത്ത ചെറുപ്പക്കാരികളായിട്ടുള്ള പുരുഷന്മാർക്ക് ഫിത്ന ഉണ്ടാകുമെന്ന് ഭയപ്പെട്ട സ്ത്രീകളോട് ആ ഒരു ഭയം കാരണത്താലാണ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഇത് പറഞ്ഞത് എന്ന് ഉലമാക്കൾ വിശദീകരിച്ചത്. കാരണം ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞിട്ടുണ്ട്, പിൽക്കാലത്ത് സ്ത്രീകൾ യഥാർത്ഥ രൂപത്തിൽ വേഷം ധരിക്കാതെല്ലാം മസ്ജിദിൽ വന്ന് കണ്ടപ്പോൾ അല്ലെങ്കിൽ തിരക്ക് കൂടുന്നെല്ലാം കണ്ടപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞത് കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങാനും ഇപ്പോൾ ഉണ്ടായിരുന്നെങ്കിൽ ബനൂ ഇസ്രായേലുകൾക്ക് നിഷിദ്ധമാക്കിയതുപോലെ സ്ത്രീകൾക്ക് മസ്ജിദിൽ വരെ നിഷിദ്ധമാക്കുമായിരുന്നു. അവരുടെ ഫഹ്മാണ്, അവരാ ഫിത്നയെ അത്രയും ഭയപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ സ്ത്രീകൾക്ക് ഏറ്റവും അഫ്ളൽ അവർക്ക് ഏത് കാര്യത്തിലും മസ്ജിദിലേക്ക് പുറപ്പെടുന്നതിനല്ല, അനാവശ്യമായി ഒന്നിനും പുറത്തേക്ക് ഇറങ്ങാതെ വീട് തന്നെയാണ് ഏറ്റവും ഫയറായിട്ടുള്ളത്. എത്രയെല്ലാം ഒരു സ്ത്രീ വീട്ടിൽ തന്നെ ഒതുങ്ങിക്കഴിയാൻ ശ്രമിക്കുന്നുവോ അത്രയെല്ലാം ആ സ്ത്രീ അല്ലാഹുവിലേക്ക് അടുത്തുകൊണ്ടേയിരിക്കും. എന്തെങ്കിലും അത്യാവശ്യത്തിനല്ലാതെ പുറത്തിറങ്ങാതെ ഇരിക്കേണ്ടവരാണ് സ്ത്രീകൾ. ഈ മസ്ജിദിൽ അവർ പോകാൻ ഇബാദത്തുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ദീനിയായിട്ട് ഇൽമ് കേൾക്കാൻ അതുപോലെയുള്ള കാര്യങ്ങൾക്ക് പോവുകയാണെങ്കിൽ പുരുഷന്മാർ തടയാൻ പാടില്ല എന്നുള്ളതാണ്. പക്ഷെ നിബന്ധനയുണ്ട്, യഥാർത്ഥ ഇസ്ലാമികമായിട്ടുള്ള നിഖാബും ഹിജാബും എല്ലാം ധരിച്ചുകൊണ്ട് പുരുഷന്മാരുമായി കൂടി കലരാത്ത രീതിയിലായിരിക്കണം പോകേണ്ടതും വരേണ്ടതും മസ്ജിദും എല്ലാം ആകേണ്ടത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.